സർക്കാർ ഏജൻസികൾക്ക് IFFK സൗജന്യ പാസുകൾ നൽകുന്നത് നിർത്തലാക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. പാസുകൾ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാക്കും. ഗൾഫ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ IFFK എഡിഷൻ സംഘടിപ്പിക്കും. കാൻ ഉൾപ്പെടെയുള്ള മേളകളിലും IFFKയിലെ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നും റസൂൽ പൂക്കുട്ടി. ഞാൻ ആദ്യമായി നിർത്താൻ പോകുന്ന സംബന്ധം അറിയാം. ഈ ഇഫ്കേൻ്റെ സമയത്ത് ഒരുപാട് ഗവൺമെൻറ് ഓഫീസസ്, മിനിസ്റ്റേഴ്സ്, അതായത് മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് മാത്രമല്ല, ഈ മറ്റ് ഗവൺമെൻറ് ഓഫീസസ്, പോലീസ് ആയാലും ഇവരെല്ലാവരും പാസ് ചോദിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ ഒരു 15,000 പാസിൽ ഒരു 5,000 പാസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇവരാരും ഒരു റിയൽ സിനിമ പ്രേമികളാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് നിർത്തുക എന്നുള്ളതൊരു ഈ ഇഫ്കയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഒരു 50% മലയാള സിനിമകൾ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള മലയാളികളാണ്. ആ മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇഫ്കെ ദുബൈയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ഏതെങ്കിലും സെൻറ്ററിലോ ഒരു ഇഫ്കെ എഡിഷൻ എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പോൾ പ്രോജക്റ്റ് എല്ലാം റെഡിയാണ്, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം.